നമുക്ക് SafePal എങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് SafePal ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക. ഇവിടെ നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ തൽക്കാലത്തേക്ക് ഒരു പാസ്വേഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ആ പാസ്വേഡ് റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. തൽക്കാലത്തേക്ക് ഞാനിത് കൊടുക്കുന്നില്ല, സ്കിപ്പ് ചെയ്യാണ്. അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനൊരു പേജ് വരുന്നതായിട്ട് കാണാം. അതിൽ ബാക്കപ്പ് നൗ കൊടുക്കുക. അടുത്തായിട്ട് നമ്മളൊരു 12 വേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പിന്നീട് നമ്മുടെ അക്കൗണ്ട് ബാക്കപ്പ് ചെയ്യുക. അതിനുവേണ്ടി ബാക്കപ്പ് മാനുവലി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 മെസ്സേജ് നമുക്ക് വരുന്നത് കാണാം. അത് വായിച്ച് നോക്കിയതിന് ശേഷം അണ്ടർസ്റ്റുഡ് കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ആപ്പ് തുടങ്ങിയപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു പാസ്വേഡ് ഉണ്ട്. അത് നമ്മളിവിടെ റീ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഈ പേജിൽ കാണുന്ന 12 വേർഡ്സാണ് നമ്മുടെ കീവേഡ്സ്. ഇത് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടാത്ത രീതിയിൽ എവിടെയെങ്കിലും എഴുതി സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ടതാണ്. നമുക്കിപ്പോൾ തന്നെ ഈ 12 വേർഡ്സ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ 12 വേർഡ്സും റീ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ ആ 12 വേർഡ്സ് നമ്മൾ റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് USDT ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് താഴേക്ക് വരുമ്പോൾ മാനേജ് കോയിൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിലായിട്ട് നമുക്കൊരു സെർച്ച് ബാർ കാണാം. അവിടെ നമ്മൾ USDT എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ലിസ്റ്റ് കിട്ടും. അതിൽ USDT BP20 എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു പ്ലസ് ബട്ടൺ കാണാം. അതാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ പുറകിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ വാലറ്റിൽ USDT ആഡ് ആയിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് USDT എങ്ങനെ റിസീവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോൾ USDT എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്വാപ്പ്, റിസീവ്, സെൻഡ് എന്നുള്ള 3 ഓപ്ഷൻസ് കാണാം. അതിൽ റിസീവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അതിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ QR കോഡ് നേരിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ കോപ്പി കൊടുത്തതിന് ശേഷം നമുക്കൊരു ലിങ്ക് കോപ്പി ആവുന്നത് കാണാം. അത് നമുക്ക് ആരിൽ നിന്നാണോ റിസീവ് ചെയ്യേണ്ടത് അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുവഴിയും നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് നമുക്ക് BNB ആണ് റിസീവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് BNB ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മുമ്പ് കണ്ട അതേപോലത്തെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ റിസീവ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ USDTയിൽ എങ്ങനെയാണോ കണ്ടത് അതേപോലെ തന്നെ ഒരു പേജ് നമുക്ക് കിട്ടും. അതിൽ USDT ചെയ്ത അതേ പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് BNBയും റിസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് പുതിയ ഒരു വാലറ്റ് ഇതിൽ ആഡ് ചെയ്യാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലായിട്ട് വാലറ്റ് 01 DPD എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ ആഡ് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ആഡ് വാലറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുമ്പ് എങ്ങനെയാണോ ഈ വാലറ്റ് ക്രിയേറ്റ് ചെയ്തത് അതേ ഓപ്ഷൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് ക്രിയേറ്റ് ന്യൂ വാലറ്റ് കൊടുക്കുക. ശേഷം നമ്മൾ പാസ്വേഡ് അടിച്ചുകൊണ്ട് എങ്ങനെയാണോ കഴിഞ്ഞ പ്രോസസ്സുകൾ ചെയ്തത് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ 10 to crore ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് മുകളിലായിട്ട് 3 ഓപ്ഷൻസ് കാണാം. കോയിൻ, DeFi, NFT എന്നുള്ളത്. അതിൽ DeFi ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സെർച്ച് ബാർ കിട്ടും. ആ സെർച്ച് ബാറിൽ നമ്മുടെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്ലൂ ലിങ്ക് ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ 10 to crore ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും.